അപ്പോൾ സ്വരാജ് പോലും പ്രവർത്തിക്കുന്നത് RSSനും BJPക്കും വേണ്ടിയാണോ എന്നുള്ളൊരു സംശയം ഞങ്ങൾക്കുണ്ട്. BJPയുടെ വോട്ടെന്ന് പറയുന്നത് CPMൻ്റെ വോട്ടല്ലേ, കാലങ്ങളായി CPMന് ലഭിക്കുന്ന വോട്ടല്ലേ. അപ്പോൾ ആ വോട്ട് എങ്ങനെയാണ് BJPക്ക് ലഭിച്ചതെന്ന് സ്വരാജ് കൂടി മറുപടി പറയട്ടെ. തൃപ്പൂണിത്തുറയിൽ സ്വരാജിന് ഇതിനകത്തൊരു മറുപടി ഉണ്ടാവണമല്ലോ. ലോകത്തുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചും അമേരിക്കയിലും ബ്രിട്ടനിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലും കാനഡയിലൊക്കെ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് വലിയ അഭിപ്രായം പറയുന്ന ആളല്ലേ സ്വരാജ്. കേരളത്തിൽ BJPയെ വളർത്തുന്ന കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്നത് CPM ആണ്. കൊച്ചിൻ കോർപ്പറേഷനിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയമാണ് ജനങ്ങൾ സമ്മാനിച്ചത്. ജനങ്ങളുടെ ആ ആഗ്രഹത്തിനനുസരിച്ച് കൊച്ചിക്ക് ദീർഘകാലാടിസ്ഥാനത്തിലും ഹ്രസ്വകാലാടിസ്ഥാനത്തിലും അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളിലടക്കം നമുക്കൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കണം. അതിനുവേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്താനും സാധിക്കണം. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ, രാഷ്ട്രീയത്തിന് അതീതമായി ഈ നഗരവികസനത്തിന് വേണ്ടി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാവുന്ന ഒരു മേയറെ പാർട്ടി തീരുമാനിക്കും, പാർട്ടിയും മുന്നണിയും തീരുമാനിക്കും. അത് എല്ലാ മുതിർന്ന നേതാക്കന്മാരുമായി കൂടിയാലോചിച്ച്, എറണാകുളത്ത് പാർട്ടിക്ക് അതിനൊരു സിസ്റ്റമുണ്ട്, അത് എല്ലാവരുമായി കൂടിയാലോചിച്ച് പാർട്ടി അത് തീരുമാനിക്കും. ഈ പറയുന്നത് പോലെ ജനങ്ങൾക്കും പാർട്ടിക്കും വിധേയമായി നിൽക്കാൻ കഴിയാവുന്ന 100% ജനങ്ങളോട് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും മേയറായി വരിക. അതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദങ്ങളോ മറ്റ് തർക്കങ്ങളോ ഒന്നും ഉണ്ടാകില്ല. അത് അത്തരത്തിലായിരിക്കും. എല്ലാവരും അച്ചടക്കം പാലിക്കുന്ന ആളുകളാണ്. ആ രീതിയിലായിരിക്കും. അല്ലല്ല, പാർലമെൻ്ററി പാർട്ടി യോഗം ചേരുകയും ആ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേതാക്കന്മാർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് എല്ലാവരുമായി അവരുടെ അഭിപ്രായങ്ങൾ ചേർന്നതിന് ശേഷമാണ് മേയറെ പ്രഖ്യാപിക്കുക. അല്ല, ഞങ്ങളങ്ങനെ അത്തരത്തിലല്ല. കോൺഗ്രസ് പാർട്ടി എല്ലാ സമുദായങ്ങളെയും അംഗീകരിക്കുന്ന ഒരു പാർട്ടിയാണ്. എല്ലാവർക്കും അവരുടേതായ എല്ലാ സമുദായങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും പാർട്ടി എക്കാലത്തും അവരോടൊപ്പം എറണാകുളത്ത് നിലകൊണ്ടിട്ടുണ്ട്. സ്വാഭാവികമായും ജാതി മത പരിഗണനകളായിരിക്കില്ല സ്ഥാനമാനങ്ങൾ പരിഗണിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി നോക്കാറുള്ളത്. അതിനപ്പുറത്ത് കഴിവും പാർട്ടിയോടും പൊതുസമൂഹത്തോടും കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളെ മാത്രമാണ് പരിഗണിക്കാറ്. പക്ഷേ എല്ലാ ആളുകളെയും ഉൾക്കൊണ്ട് മാത്രമേ പാർട്ടി പോവുകയും ചെയ്യൂ. ഇതുവരെ അങ്ങനെ ഒരു ചർച്ചകളൊന്നും നടന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നു. ഇനി പാർട്ടിയുടേതായ മീറ്റിങ്ങുകൾ നടത്തണം. അതിനിടയ്ക്ക് UDFൻ്റേതായ മീറ്റിങ്ങുകൾ നടത്തണം. അത്തരത്തിലുള്ള മീറ്റിങ്ങുകളിൽ മാത്രമാണ് ഓരോ പാർട്ടിയുടെയും അഭിപ്രായങ്ങൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് UDFനകത്തോ കോൺഗ്രസ് പാർട്ടിക്കകത്തോ അങ്ങനെ ഒരു വിവാദങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കങ്ങളോ ഒന്നും ഉണ്ടാകില്ല. എല്ലാവരും നമ്മൾ ഒരു വലിയ വിജയം ജനങ്ങൾ സമ്മാനിച്ചിട്ട് വിജയത്തിന് ശോഭ കെടാതെ ഏറ്റവും നല്ല മനോഹരമായി നമുക്ക് ഈ കോർപ്പറേഷൻ നയിക്കാൻ കഴിയാവുന്ന ആളുകളെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുത്തുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും പൊതുവികാരം. അല്ല, BJPയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താനായി വേറെ ഏതെങ്കിലും പാർട്ടികളുമായി കൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും UDFുമാണ്. അതിനകത്ത് അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. പക്ഷേ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ കുറേ നാളുകളായി മുനിസിപ്പാലിറ്റി തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത് അവർ CPMൻ്റെ ഒരു കോട്ട, ഉരുക്ക് കോട്ട എന്നാണ് വിശേഷിപ്പിക്കപ്പെടാറുള്ളത്. ആ ഉരുക്ക് കോട്ടയിലാണ് BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ടുള്ളത്. കോൺഗ്രസ് കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ പരാജയപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ ചുരുക്കം വോട്ടുകൾക്കാണ്, 2, 3, 4 വോട്ടുകൾക്കൊക്കെയാണ് ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതും നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഉൾപ്പെടെ പോയി പങ്കെടുത്ത മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ നടന്ന സമരങ്ങളുണ്ട്. ഏകപക്ഷീയമായി ഇടത് യൂണിയൻ്റെ ആളുകൾ ഞങ്ങൾ നീക്കം ചെയ്യാനായി കൊടുത്ത ഒരു വോട്ടുകൾ പോലും നീക്കം ചെയ്തില്ല. എന്നാൽ മറ്റുള്ള ആളുകൾ കൊടുത്ത CPMും BJPയും കൊടുത്ത വോട്ടുകളെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിലായിരുന്ന അന്തർധാര. കേരളത്തിൽ BJPയെ വളർത്തുന്ന കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്നത് CPM ആണ്. അത് ഈ സാധാരണ സഖാക്കന്മാരായിട്ടുള്ള ആളുകൾ, പാർട്ടി പ്രത്യയശാസ്ത്രത്തിലൊക്കെ വിശ്വസിക്കുന്ന ഈ പാവപ്പെട്ടവർ, അവർ കൊടുക്കുന്ന ലെവി, ആ ലെവി പണം തിന്ന് എല്ലിൻ്റെ ഇടയിൽ കുത്തിക്കയറിയ കുറേ നേതാക്കന്മാരുണ്ട്. അപ്പോൾ അവരാണ് ഇന്ന് BJPക്കും RSSനും അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത്. അവരുടെ ആ നിലപാട് കൊണ്ടാണ് തൃപ്പൂണിത്തുറയിൽ
CPM-ൻ്റെ കോട്ടയായ, അതായത് സ്വരാജ് ഇപ്പോഴും പ്രവർത്തനം നടത്തുന്ന സ്വരാജ് മത്സരിക്കുന്നു എന്ന് പറയുന്ന ഈ തൃപ്പൂണിത്തുറയിൽ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായത്. അപ്പോൾ സ്വരാജിൻ്റെയൊക്കെ പ്രവർത്തനം എത്രത്തോളം ഉണ്ട്? അപ്പോൾ സ്വരാജ് പോലും പ്രവർത്തിക്കുന്നത് RSS-നും BJP-ക്കും വേണ്ടിയാണോ എന്നുള്ളൊരു സംശയം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അത്ര തീവ്രമായി ഇന്ത്യയിലെ വർഗീയവാദികൾക്കും അല്ലെങ്കിൽ നാടിൻ്റെ ബഹുസ്വരത നശിപ്പിക്കുന്ന RSS-നും സംഘപരിവാറിനെതിരായി ഈ നാവുകൾ ഉയരുമ്പോൾ എന്തുകൊണ്ടാണ് അത് സ്വന്തം കൂടെയുള്ള സഹപ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തത്? BJP-യുടെ വോട്ടെന്ന് പറയുന്നത് CPM-ൻ്റെ വോട്ടല്ലേ? കാലങ്ങളായി CPM-ന് ലഭിക്കുന്ന വോട്ടല്ലേ? അപ്പോൾ ആ വോട്ട് എങ്ങനെയാണ് BJP-ക്ക് ലഭിച്ചതെന്ന് സ്വരാജ് കൂടി മറുപടി പറയട്ടെ. തൃപ്പൂണിത്തുറയിൽ സ്വരാജിന് ഇതിനകത്തൊരു മറുപടി ഉണ്ടാവണമല്ലോ. ലോകത്തുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചും അമേരിക്കയിലും ബ്രിട്ടനിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലും കാനഡയിലൊക്കെ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് വലിയ അഭിപ്രായം പറയുന്ന ആളല്ലേ സ്വരാജ്. സ്വരാജിന് എന്തുകൊണ്ടാണ് സ്വരാജ് സ്വരാജ് MLA ആയിരുന്ന തൃപ്പൂണിത്തുറ അസംബ്ലി മണ്ഡലത്തിൽ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ BJP എങ്ങനെ ഒറ്റക്കക്ഷിയായത്? ഇനി ഇവരൊക്കെ കാണിച്ച ഈ കുഴപ്പത്തിന് ഇനി ഞങ്ങളെങ്ങനെയാണ് അവരെ പിന്തുണക്കുക? അതെന്ത് രാഷ്ട്രീയ മര്യാദയാണ്? CPM-ൻ്റെ കുഴപ്പം കൊണ്ട്, അവരുടെ പ്രവർത്തന ക്ഷമതയില്ലായ്മ കൊണ്ട്, അവരുടെ എല്ലാ കാലഘട്ടങ്ങളിലെയും മൂല്യാധിഷ്ഠിത നിലപാടുകൾ എല്ലാം തകിടം മറിച്ച് അവർ ഈ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വേണ്ടി വായ് തോരാതെ ഓരോ ദിവസവും മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറിയും പാർട്ടി നേതാക്കന്മാരും എല്ലാവരും ഈ ദിവസങ്ങളോളം ഭൂരിപക്ഷ വർഗീയത പറഞ്ഞിട്ട് അത് RSS-നാണ് അതിൻ്റെ ഗുണം ലഭിച്ചതെന്ന് വേറെ ആർക്കും മനസ്സിലാകാത്തത്? കേരളത്തിലെ റിസൾട്ട് നിങ്ങളൊന്നും എടുത്ത് പരിശോധിച്ച് അതിൻ്റെ ഗുണം ലഭിച്ചതാരാ? അപ്പോൾ ഇത് അപകടകരമായിട്ടുള്ള സാഹചര്യമാണ്. അതിനെ പ്രതിരോധിക്കേണ്ടത് CPM-ആണ്, ഞങ്ങളല്ല, കോൺഗ്രസ് അല്ല അതിന് കൊടുക്കാനുള്ള മരുന്ന് കൊടുക്കുന്നത്. CPM പാർട്ടിക്കകത്തെ ആ ദുർബലതയ്ക്ക് മരുന്ന് കൊടുക്കേണ്ടത് CPM തന്നെയാണ്. പക്ഷേ ഞങ്ങളിത് കേരളത്തിലെ പൊതുസമൂഹത്തോട്, തൃപ്പൂണിത്തുറയിലെ പൊതുസമൂഹത്തോട് ഞങ്ങൾ പറയും, RSS-ൻ്റെയും BJP-യുടെയും ഈ വർഗീയ വിഭജന രാഷ്ട്രീയം നമ്മുടെ നാടിന് ആപത്താണ്. ആ ആപത്ത് ആ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണമെന്നുള്ള ശക്തമായ ക്യാമ്പയിൻ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഇടതുപക്ഷത്തിൻ്റെ ഈ മതനിരപേക്ഷത എന്ന് പറയുന്നത് കാപട്യമാണ്. ആ കാപട്യം ജനങ്ങളോട് പറയാൻ അവർക്ക് മടിയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. കാപട്യം പോലും പറയാനുള്ള മടി ഇന്ന് CPM-നുണ്ട്. അപ്പോൾ ഈ അപകടകരമായിട്ടുള്ള സാഹചര്യം ഞങ്ങൾ കുറേ സ്ഥലത്ത് പറഞ്ഞു. അതുകൊണ്ട് എന്തായി? എറണാകുളത്ത് കുറേ സ്ഥലത്ത് BJP-ക്ക് എത്ര സ്ഥലങ്ങളിലാണ് സ്ഥാനാർത്ഥിമാരില്ലാത്തത്? തെരഞ്ഞെടുപ്പ് സമയത്ത് CPM ജില്ലാ സെക്രട്ടറി പറവൂരിലടക്കം വിവിധ പ്രദേശങ്ങളിൽ BJP-ക്ക് സ്ഥാനാർത്ഥിമാരില്ല എന്ന് നിലവിളിച്ച ആളാണ് CPM ജില്ലാ സെക്രട്ടറി. അയാൾക്ക് എന്തിൻ്റെ വേദനയാണ്? അയാൾക്ക് എന്തിൻ്റെ പ്രശ്നമാണ്? BJP-ക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്തത് കേരളത്തിലെ കോൺഗ്രസും UDF-ഉം ഇന്ത്യയിലെ RSS-ഉം സംഘപരിവാറും മോഡി ഭരണകൂടവും നടത്തുന്ന ഈ വർഗീയമായിട്ടുള്ള വിദ്വേഷകരമായിട്ടുള്ള നിലപാടുകൾ അത് നാടിന് ആപത്താണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയ ആളുകൾ, മതനിരപേക്ഷരായിട്ടുള്ള എല്ലാ മതസ്ഥരായിട്ടുള്ള ആളുകളുണ്ട്, എല്ലാ വോട്ടർമാരും ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ മത്സരിക്കാൻ ആളില്ലെങ്കിൽ എന്തിനാണ് CPM ജില്ലാ സെക്രട്ടറിക്ക് അത്തരത്തിൽ ഭയം? എന്തിനാണ് CPM ജില്ലാ സെക്രട്ടറിക്ക്? അപ്പോൾ CPM ജില്ലാ സെക്രട്ടറിയുടെയും സ്വരാജിൻ്റെയും ഒക്കെ സമീപനം എന്ന് പറയുന്നത് BJP-യെ സഹായിക്കുന്ന സമീപനമാണ്. കൊച്ചി കോർപ്പറേഷനിൽ ഉൾപ്പെടെ ഈ ഐലൻഡ് ഡിവിഷനിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പിലും BJP-ക്കുണ്ടായ വോട്ട് എന്ന് പറയുന്നത് 100 വോട്ടാണ്. ആ 100 വോട്ടിൽ ഈ തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായ വോട്ടെന്ന് പറയുന്നത് 100 വോട്ടാണ്. ഈ തെരഞ്ഞെടുപ്പിൽ CPM-ൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് 38 വോട്ടാണ്. ബാക്കി വോട്ട് എവിടെ പോയി? ബാക്കി വോട്ട് BJP-ക്ക് കൊടുത്തു. UDF-ൻ്റെ സ്ഥാനാർത്ഥിയായ ആൻ്റണി കുരീത്തറ പരാജയപ്പെട്ടത് 23 വോട്ടിനാണ്. 23 വോട്ടിന്. അതുപോലെ എറണാകുളം സെൻട്രൽ ഡിവിഷനിൽ മനു ജേക്കബിൻ്റെ ഡിവിഷനിൽ CPM-ൻ്റെ വോട്ട് 150-ലോളം വോട്ടുകളാണ്. 150-ലധികം വോട്ടാണ് കാണാനുള്ളത്. അതില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടുകളൊന്നുമില്ല. അതും BJP സ്ഥാനാർത്ഥിക്കാണ് പോയത്. എറണാകുളം ഈ നോർത്തിൽ KVP കൃഷ്ണകുമാർ മത്സരിച്ച ഡിവിഷനിലും ഈ പറയുന്ന CPM-ൻ്റെ വോട്ട് ഇവിടെയും 100-ഓളം വോട്ടുകൾ ഇവിടെയും കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ KVP കൃഷ്ണകുമാർ ജയിച്ചു ഈ മത്സരത്തിൽ. അപ്പോൾ എത്രത്തോളമാണ് ഒരു തെരഞ്ഞെടുപ്പിൽ പോലും BJP-യെ സഹായിക്കാൻ, BJP-യുമായി കൂട്ടുചേർന്ന് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന മറ്റ് സ്ഥലങ്ങളിൽ BJP-യുടെ വോട്ട് വാങ്ങുന്നതിന് എറണാകുളത്തെ CPM എന്ന് പറയുന്ന പാർട്ടി നടത്തിയ പ്രവർത്തനം, അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഗുണഫലം ഉണ്ടാക്കിയത് BJP തന്നെയാണ്. കോർപ്പറേഷനിൽ അവർക്ക് 6 സീറ്റാണ് ലഭിച്ചത്. 6 സീറ്റാണ്. CPM-ൻ്റെ ഈ കഴിവുകേടാണ് BJP-യെ വളർത്താൻ എക്കാലത്തും സഹായിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് തൃപ്പൂണിത്തുറയിൽ BJP-ക്ക്
അങ്ങനെയുള്ള ഒരു ഒറ്റക്കക്ഷിയായി വരുന്ന ഒരു സാഹചര്യം, ഇതിന് CPM നേതാക്കന്മാർ മറുപടി പറഞ്ഞേ പറ്റൂ.